ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനും അതുപോലെ ഓൺലൈൻ വഴി വീഡിയോസും ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഗ്രെനാറോ എന്ന കമ്പനിയുടെ J13 എന്ന മോഡൽ വയർലെസ് മൈക്ക് നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, ഗ്രെനാറോ J13 വയർലെസ് മൈക്ക്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വയർലെസ് മൈക്കുകളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ച് കിടിലൻ ഫീച്ചേഴ്സ് ഈ മൈക്കിലുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ആദ്യം നമുക്ക് ഇവരെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രെനാറോയുടെ J13 എന്ന മോഡൽ വയർലെസ് മൈക്ക്. നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് ഇതിനുള്ളത്. ഈ കവർ നമുക്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിന്റെ വാറണ്ടി കാർഡാണ് നമ്മൾ കാണുന്നത്. വാറണ്ടി കാർഡ് മാറ്റി വെച്ച് കഴിയുമ്പം ഗ്രെനാറോയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാർജിങ് കേസ് ആണുള്ളത്. നല്ല മാറ്റ് ഫിനിഷിങ്ങിനായിട്ടുള്ള ചാർജിങ് കേസിൽ അടിയിൽ നമുക്ക് ചാർജിങ്ങിനായിട്ടുള്ള സി ടൈപ്പ് പോർട്ടും കാണാം. നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഓഫ് കോഴ്സ് ബോക്സിനകത്ത് യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ ചാർജ് ചെയ്യാൻ ആവശ്യമായ സി ടൈപ്പ് ചാർജിങ് കേബിളും നമുക്ക് ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേസിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കേസ് ഓപ്പൺ ആക്കി കഴിയുമ്പം നമുക്ക് ആദ്യം കാണുന്നത് റിസീവർ ആണ്. റിസീവർ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സി ടൈപ്പ് റിസീവർ. അതുപോലെ ഈ മോഡലിനകത്ത് നമുക്ക് 2 ട്രാൻസ്മിറ്ററുകൾ കിട്ടുന്നുണ്ട്. അത് ഈ മോഡലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമുക്ക് 2 പേർക്ക് സംസാരിക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം 2 ട്രാൻസ്മിറ്ററുകൾ. അതുപോലെ ഇതിന്റെ ക്ലിപ്പ് എന്ന് പറയുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നുന്ന ക്ലിപ്പാണ്. അതുപോലെ ഈ മോഡലിന്റെ നമുക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജിങ് ആണ് വരുന്നത്. അതുപോലെ സി ടൈപ്പ് ചാർജ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു പോർട്ടും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും മുകളിൽ നമുക്ക് വിൻഡ് ഷീൽഡ് കാണാം. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മൈക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിന്റെ കൂടെയുള്ള ചാർജിങ് കേസിലേക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ മൈക്കുകൾ നമ്മൾ ജസ്റ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ചാർജ് ആയിക്കോളും. നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഒരു റെഡ് കളറിലുള്ള ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇത് നമുക്ക് ഗ്രീൻ കളർ ആകുമ്പോൾ ഫുൾ ചാർജ് ആയെന്നാണ് അർത്ഥം. ഇനി നമുക്ക് J13ന്റെ ഫങ്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഈ റിസീവർ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയിഡ് ഫോണിന്റെ സി ടൈപ്പ് ചാർജിങ് പോർട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കണക്ട് ആയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ റിസീവറിൽ ഒരു റെഡ് കളറിലുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് കണക്ട് ആയി എന്നാണ് അർത്ഥം. നമുക്ക് ഇതിപ്പോൾ നിലവിൽ ഞാൻ എടുത്തിരിക്കുന്നത് മോട്ടോറോളയുടെ ഒരു ഫോണാണ്. റിയൽമി, IQ, ഒപ്പോ, വിവോ എന്നീ ഫോണുകൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ആകൂല. നമുക്ക് സെറ്റിംഗ്സ് പോയി OTG കണക്ഷൻ ഓൺ ആക്കി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ മൈക്ക് റിസീവറുമായിട്ട് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി പവർ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആകുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ റിസീവറുമായിട്ട് കണക്ട് ആകുകയും ചെയ്യുന്നു. അതുപോലെ ഈ മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. നമുക്കിതിന്റെ പവർ ബട്ടണിൽ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മൈക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മ്യൂട്ട് ആകുകയാണ് ചെയ്യുന്നത്. നമുക്കങ്ങനെ മ്യൂട്ട് ആയി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഗ്രീൻ ലൈറ്റിലുള്ള സിഗ്നൽ നമുക്ക് ബ്ലിങ്ക് ചെയ്ത് കാണാം. അതിന്റെ അർത്ഥം ഇത് മ്യൂട്ട് ആയെന്നാണ്. ഇനി നമുക്ക് ഈ മൈക്കിലൂടെ പറയുന്നൊന്നും കേൾക്കാൻ സാധിക്കുകയില്ല. നമുക്കിത് ആവശ്യം വരുന്നത് സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഓൺലൈൻ വഴി നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഇത് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി സെയിം ബട്ടണിൽ തന്നെ 2 തവണ ക്ലിക്ക് ചെയ്താൽ മതി. ഈ മൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന്റെ 3 ലെവൽ ഓഫ് നോയിസ് ക്യാൻസലേഷൻ. ഈ നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മൈക്ക് ഓൺ ആക്കി കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ പവർ ബട്ടണിൽ 1 തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് 1 തവണ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഓഫ് നോയിസ് ക്യാൻസലേഷൻ ഓപ്പൺ ആയി. നമുക്ക് സെക്കൻഡ് ലെവൽ ഓപ്പൺ ആക്കുന്നതിന് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 തവണ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ സെക്കൻഡ് ലെവൽ ഓക്കെ ആയെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 തവണ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിന്റെ അർത്ഥം തേർഡ് ലെവൽ ഓഫ്, അതായത് മാക്സിമം നോയിസ് റിഡക്ഷൻ ഈ മൈക്കിൽ ഓപ്പൺ ആയെന്നാണ് അർത്ഥം. അങ്ങനെ നമ്മൾ നമ്മുടെ വയർലെസ് മൈക്ക് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടി പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ മൈക്കിന്ന് ആക്ടിവിറ്റി, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എൻ്റെ ഫോണിൽ നിന്നുള്ള മൈക്രോഫോൺ വഴി ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന വോയിസ് ആണ്. ഇതിനകത്ത് കുറച്ച് നോയിസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കാരണം ഇതിനകത്ത് ഫാൻ നിലവിൽ ഓണാണ്. അതുപോലെ കുറച്ച് നോയിസുകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഈ മൈക്രോഫോൺ വഴിയുള്ള സൗണ്ടിലേക്ക് മാറാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഈ മൈക്രോഫോൺ വഴിയുള്ള ശബ്ദമാണ്. ഇതിന്റെ നോയിസ് റിഡക്ഷൻ ഒക്കെ വർക്ക് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും ഈ മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഗ്രെനാറോയുടെ J13 എന്ന ഈ മോഡലിന് കുറച്ച് കിടിലൻ ഫീച്ചേഴ്സ് ഉണ്ട്. അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ മൈക്കിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ള, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു മൈക്ക് നമുക്ക് മാർക്കറ്റിൽ നല്ല കമ്പനിയുടെ ഒക്കെ വാങ്ങണമെങ്കിൽ, റോഡിന്റെ ഒക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 20,000 രൂപയുടെ മുകളിലേക്ക് നമുക്ക് റേറ്റ് ആവും. എന്നാൽ ഈ മൈക്രോഫോൺ ഞാൻ ആമസോൺ വഴി പർച്ചേസ് ചെയ്ത് വെറും 2,300 രൂപയ്ക്കാണ്. ഈ ഒരു പ്രൈസിൽ
ഇത് പക്ക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ആണെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് ഫീച്ചർ, ബിൽഡ് ക്വാളിറ്റി. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം 2300 രൂപയ്ക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ബിൽഡ് ക്വാളിറ്റിയാണ് ഇത്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ട്രാൻസ്മിറ്ററും നമ്മുടെ റിസീവറും ഒക്കെ വളരെ പക്ക ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. 2300 രൂപയ്ക്ക് ഇത് ഉറപ്പായിട്ടും വർത്താണ്. തേർഡ് ഫീച്ചർ കണക്ടിവിറ്റിയാണ്. ഇതിന്റെ കമ്പനി അവകാശപ്പെടുന്നത് 20 മീറ്റർ കണക്ടിവിറ്റി ഉണ്ടെന്നാണ്. നമ്മൾ വയർഡ് ആയിട്ടുള്ള മൈക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന്റെ ഒരു കണക്ഷൻ ചെയ്യാനും നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനും ഇത് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് വയർലെസ് ആയതുകൊണ്ടും ഇത് 20 മീറ്റർ ഡിസ്റ്റൻസിൽ ഇതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടും നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാൻ സാധിക്കും. എന്തായാലും നമ്മൾ ഔട്ട്ഡോറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് കൃത്യമായിട്ട് നമുക്ക് ഔട്ട്ഡോറിൽ എത്ര കിട്ടുന്നുണ്ട്, കമ്പനി അവകാശപ്പെടുന്ന 20 മീറ്റർ കിട്ടുന്നുണ്ടോ, അത് ഇത് കൂടുതൽ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, ഫോർത്ത് ഫീച്ചർ, ഏറ്റവും കിടിലൻ ഫീച്ചർ, എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിന്റെ നോയിസ് റിഡക്ഷൻ ആണ്. ഈ കമ്പനി അവകാശപ്പെടുന്ന പോലെ 3 ലെവലിലുള്ള നോയിസ് റിഡക്ഷൻ നമുക്ക് ഈ മൈക്രോഫോണിൽ അവൈലബിൾ ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നോയിസ് റിഡക്ഷൻ ആണ്. വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്ന പോലെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് മൈക്രോഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ്. നോയിസ് റിഡക്ഷൻ എത്രമാത്രം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആ വീഡിയോയിൽ മനസ്സിലാക്കിയതാണ്. ഇനി ഔട്ട്ഡോറിലുള്ള നോയിസ് റിഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഔട്ട്ഡോർ വീഡിയോ എടുക്കുമ്പോൾ കാണാം. നമ്മളിപ്പം ഗ്രനാറോ J30 മൈക്കിന്റെ ഔട്ട്ഡോർ ടെസ്റ്റിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ പിന്നെ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ കാറ്റുണ്ട്. നിങ്ങൾക്ക് വോയിസിൽ അത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നമ്മൾ നല്ല നോയിസ് ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. തൊട്ട് സൈഡിൽ റോഡാണ്. റോഡിൽ കൂടെ നല്ല രീതിയിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നോയിസ് ഉണ്ട്. ഇപ്പം നിലവിൽ ഞാനും ക്യാമറയായിട്ട് ഏകദേശം ഒരു 4 മീറ്റർ ഡിസ്റ്റൻസ് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇനി പുറകോട്ട് ഞാൻ ഇറങ്ങി നിന്ന് നമുക്ക് പല പൊസിഷനിൽ നിന്നുള്ള സൗണ്ട് കേട്ടുപോകാം. അപ്പൊ ഇത് എവിടം വരെ ഇതിന്റെ ഡിസ്റ്റൻസ് കിട്ടും, നോയിസ് റിഡക്ഷൻ ഒക്കെ എത്രമാത്രം കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഔട്ട്ഡോർ ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് പുറകോട്ട് ഇറങ്ങി നിൽക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഏകദേശം ക്യാമറയിൽ നിന്ന് 10 മീറ്ററോളം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ കാറ്റുണ്ട്. അതുപോലെ റോട്ടിൽ കൂടെ നല്ല ശബ്ദമുണ്ട്, നല്ല നോയിസ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് കുറച്ചും കൂടെ പുറകോട്ട് പോയി കേൾക്കാം. ഇപ്പൊ നമ്മുടെ കമ്പനി അവകാശപ്പെട്ടിരിക്കുന്ന 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. റോഡിലാണ് ഞാനിപ്പോ നിലവിൽ നിൽക്കുന്ന റോഡിലാണ്. നല്ല രീതിയിൽ നോയിസ് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മൈക്കില് ഗ്രീൻ ലൈറ്റ് ഇപ്പോഴും ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മൈക്ക് ഇതുവരെ ഡിസ്കണക്ട് ആയിട്ടില്ലെന്ന് തന്നെയാണ് അർത്ഥം. നമുക്ക് നോക്കാം, കുറച്ചുകൂടെ പുറകെ നോക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്ന് ഏകദേശം ഒരു 30 മീറ്ററോളം ഡിസ്റ്റൻസിലാണ്. ഇവിടെ ഒരു KSRTC ബസ്സൊക്കെ പോയിട്ടുണ്ട്. നല്ല ശബ്ദമുണ്ട്, നല്ല രീതിയിൽ കാറ്റ് പിടിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം എന്റെ വോയിസ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോഴും ഈ മൈക്രോഫോണിൽ ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഡിസ്കണക്ട് ആയിട്ടില്ല നിലവിൽ. ഓക്കെ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്നും ഏകദേശം 40 മീറ്ററോളം ദൂരെയാണ്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ക്യാമറ എന്നെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ മൈക്രോഫോണിൽ ഇപ്പോഴും ഗ്രീൻ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നുണ്ട്. ഇത് ഡിസ്കണക്ട് ആയിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ നോയിസ് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്രനാറോ എന്ന കമ്പനിയുടെ J13 എന്ന മോഡൽ മൈക്ക് നമ്മൾ അൺബോക്സ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയാണ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് പുതിയതായിട്ട് കടന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.